പൂത്തിട്ടുണ്ട് മാവ് പൂത്തിട്ടുണ്ട്. ഞങ്ങള് പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് 40 കൊല്ലമായി. നേരത്തെ കൊണ്ടൽ കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നോക്കിയപ്പോഴേ അത് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ഇപ്പം അതിൻ്റെ ആ കാലാവധി തീരും. പിന്നെ ഞങ്ങൾക്ക് ആ സ്ഥലം വെറുതെ കിടക്കും. ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാന്നുള്ള ഒരു ഇതിൽ അത് വെച്ചു. പിന്നെ ഇപ്പോൾ കാലക്രമേണ നമ്മളതിനെപ്പറ്റി പഠിച്ച് എല്ലാം കൃഷിഭവനിലൊക്കെ പോയി ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ച് ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ എല്ലാത്തരം പ്ലാന്റ്സും ഒട്ടുമിക്ക പ്ലാന്റ്സും ഇവിടെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചാമ്പ, മട്ടോവ, സാന്തോൾ, സ്വീറ്റ് സാന്തോൾ എന്ന് പറയും. സാന്തോൾ 2 ടൈപ്പ് ഉണ്ട്, സ്വീറ്റും ഉണ്ട് ലെമണും ഉണ്ട്. ഇത് സ്വീറ്റാണ്, സ്വീറ്റ് സാന്തോൾ. നല്ല ഫ്രൂട്ടാണ്, എല്ലാവരും വാങ്ങിച്ചു വെക്കണം ഇങ്ങനത്തെ ഫ്രൂട്ട്. നമുക്ക് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു വിദേശ ഇനമാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൂട്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ 5 കൊല്ലത്തോളമായി. ഇതിലൊക്കെ നല്ല ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പ്ലാവുകൾ, ഒരുപാട് തരം പ്ലാവുകൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് റുമേനിയ, ഒരു 29 ഇനം വെറൈറ്റി മാവുകളുണ്ട് ഇവിടെ. 18 എണ്ണം പൂത്തിട്ടുണ്ട്, പൂത്തും കായ്ച്ചും. 18 വെറൈറ്റി. ഈ മാവ് ഓസ്ട്രേലിയൻ മാവ് R2E2 എന്ന് പറയുന്നു. മൽഗോവ സൂപ്പറാണ് മൽഗോവ. കാലാപ്പാടി മാവ് പൂത്തു, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വെക്കാൻ പറ്റിയ ഒരു മാവാണത്. ഇത് ലോങ്ങൻ, ഇതും ഒരു നല്ലൊരു ഫ്രൂട്ടാണ്, വിദേശിയാണ്. ലോങ്ങൻ എന്നാണ് പേര്. അബിയു ഫ്രൂട്ട് കേട്ടുണ്ടോ? അബിയു കൂട്ടത്തിൽ തേനീച്ച വളർത്തലുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, ചെറു തേനീച്ചയുണ്ട്, വലിയ തേനീച്ചയുണ്ട്. ചാമ്പ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറമ്പിലിറങ്ങാൻ തോന്നും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 43 വർഷമായി. ഞങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. നല്ല എല്ലാ ഫ്രൂട്ട്സും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വേപ്പില മറ്റുള്ള എല്ലാ സാധനവും ഇവിടെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഇത് സലാക്ക് എന്ന് പറയും. ഇത് ആയി തുടങ്ങുന്നുണ്ട്. സ്നേക്ക് ഫ്രൂട്ട് അഥവാ ഇതാണ് സലാക്ക്. ഇതൊരു തരം ചാമ്പയാണ്. വെച്ച് ഒരു 6 മാസം ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പൂവിട്ട് കായ്ച്ചു തുടങ്ങി. എല്ലാ കൊല്ലവും 2 പ്രാവശ്യം കായ്ക്കും. ഇത് പിടിച്ചോ. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. നമുക്ക് ഇതിന് ചീരയായി കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. അന്നേരം ഇത് തുടങ്ങും. ഞങ്ങൾ തന്നെയാണ് ഈ തടൊടുക്കലും വളം ചെയ്യലും. പച്ചച്ചാണകം, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി എല്ലാം കൂടി ഒരു ഡ്രമ്മിലാക്കിയിട്ടിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഇടും. ഇന്നെൻ്റെ ആവശ്യത്തിന് ഞാൻ വരുമ്പോൾ ഒരു ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് ഇത് മതി. ആ സ്ലറി അതിലൊഴിച്ചിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ രീതി. നമ്മൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത്. നല്ല സാധനങ്ങളൊന്നും ആരും കൊടുക്കൂല. ചീഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് വലിച്ചെടുത്തിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു വിഭവമായിട്ട് നമുക്ക് തരുന്നുണ്ട്. നേരമ്പോക്കിനായും ഉപജീവനത്തിനായും കൃഷി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷിയോടുള്ള കലർപ്പില്ലാത്ത ആത്മബന്ധമാണ്. കൃഷിയെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്ന ദമ്പതികൾ. ആ സ്നേഹവും കരുതലും ഏറ്റുവാങ്ങി നിറയെ കായ്ഫലങ്ങൾ നൽകുന്ന ചെടികളും മരങ്ങളും. ശരത്തമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വളരെ ശാന്തമായ അല്ലേ, പീസ്ഫുള്ളായൊരു ലൈഫ് പോലെ തോന്നും നമുക്ക് ആ പച്ചപ്പിൻ്റെ ഇടയിലുള്ള അവരുടെ ജീവിതം. പക്ഷെ കാണുമ്പോൾ രസമാണെങ്കിൽ അവരതിനു വേണ്ടി എടുക്കുന്ന ഒരു അധ്വാനമുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, കൃത്യമായ പരിരക്ഷ. അങ്ങനെയാണ് അവരിത് സൃഷ്ടിച്ചെടുത്തത്.
അപ്പോൾ വിഷ്ണു അതിനെക്കുറിച്ച് കൂടുതൽ പറയും. വിഷ്ണു, മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റിയിരുന്നെങ്കിൽ നമുക്കും കൊതി തോന്നും. പക്ഷെ അതിനുള്ള ശ്രമവും വളരെ വലുതാണ് അല്ലേ? കുഴിപ്പുള്ളിക്ക് അടുത്താണ് ഇവരുടെ വീട്. ഗീതാ ഭാസ്കർ ഷേണായിയും അതുപോലെ ഭാസ്കർ ഷേണായിയും. നമുക്ക് അവരുടെ ആ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിന് അതിയായ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള ആ ഒരു പച്ചപ്പ് എല്ലാം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ ടി വിയിൽ കണ്ടപ്പോൾ തോന്നുന്നതിനേക്കാൾ ഇരട്ടിയായിട്ടുള്ളൊരു സന്തോഷവും ഇല്ലെങ്കിൽ ഒരു അനുഭവമാണ് അവിടെ ഉള്ളത്. അവിടെ വളരെ വൃത്തിയായി അവരവരുടെ ജീവൻ പോലെ, അത്രയും പ്രാണനെ പോലെയാണ് അവരവരുടെ കൃഷിഭൂമിയും ആ മരങ്ങളും അതുപോലെ ആ ഫലത്തൈകളെയും എല്ലാം അവർ നോക്കുന്നത്. അത്രയ്ക്കും വൃത്തിയുണ്ട്. ഒരു അനാവശ്യമായിട്ടുള്ളൊരു വസ്തു അവിടെ ഇല്ല. നമുക്ക് വെറും കാലിൽ, അതായത് ചെരുപ്പൊന്നുമില്ലാതെ ആ മണ്ണിലൂടെ നടക്കുമ്പോൾ ആ ഒരു നനവും ആ ഒരു ഈർപ്പവും എല്ലാം നമുക്ക് തന്നെ നേരിട്ട് അനുഭവിച്ച് അത് തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷം നൽകും എന്നുള്ള കാര്യത്തിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ 40 വർഷമായി അവരവരുടെ ഒരു കൃഷിയിൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഭാസ്കർ ഷേണായിക്ക് ഒരു വെജിറ്റബിൾ എക്സ്പോർട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പൂർണ്ണമായും വിട്ട് കഴിഞ്ഞൊരു 40 വർഷത്തോളമായിട്ട് പൂർണ്ണമായിട്ടും ഈ ഒരു കാർഷിക മേഖലയിലാണ്. അവർ ആദ്യം ചെറിയ കൊണ്ടൽ കൃഷി പോലെ ചെറിയ പച്ചക്കറികളൊക്കെ ആയി തുടങ്ങി. പിന്നീട് ഇങ്ങനെ ഈ വിവിധ ഫ്രൂട്ട്സ് ഒക്കെ അത് ഓരോന്നും ഇങ്ങനെ പല കടകളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് കണ്ട് അത് വാങ്ങിയെല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു തോട്ടം, ഇപ്പോൾ ഒരു കാടെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രത്തോളം ഇടതൂർന്ന് നിൽക്കുന്ന ആ ഒരു കൃഷിത്തോട്ടമാണ് അവിടെ ഉള്ളത്. ഈ മരങ്ങളെല്ലാം അവർ വാങ്ങുന്നത് അത് കോയമ്പത്തൂർ അടക്കമുള്ള കേരളത്തിന് പുറത്തുനിന്ന് ഉള്ള സ്ഥലങ്ങളിൽ വരെ പോയി വാങ്ങുന്ന ഒരു വിശേഷമൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അത്രയ്ക്കും ഒരു സന്തോഷവും എല്ലാം നമുക്ക് തോന്നും. അവിടെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. മനോഹരമായ കാഴ്ചയാണ്. എനിക്ക് കുറേ ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു ജീവിത ശൈലിയിലേക്ക് പോകുന്നുണ്ട്. പ്രകൃതിയെ അറിഞ്ഞ് പച്ചപ്പിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. അതിന് പറ്റുന്നവരൊക്കെ അതിന് ശ്രമിക്കുക എന്നതാണ് ഈ കാഴ്ച കാണുമ്പോൾ നമുക്കും തോന്നുന്നത്. ശരി വിഷ്ണു, കാണാം.